അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, ഒരു കാര്യത്തിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളം വലിയ ഭവിഷ്യത്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നത്. സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ബീഫ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ബീഫ്, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വരുന്ന ബീഫുകൾ, ബ്രസീലിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, അർജന്റീനയിൽ നിന്ന് വരുന്ന ചിക്കനുകൾ, ഇതൊക്കെ അറിയാം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ബീഫ് ഒരിക്കലും സുരക്ഷിതമല്ല. ഹലാൽ എന്നുള്ള സ്റ്റിക്കർ ഉള്ളതിൻ്റെ പേരിൽ മാത്രം നമുക്ക് കഴിക്കാൻ അനുവദനീയമാണെന്ന് ആരും വിശ്വസിച്ച് പോകരുത്. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ സത്യാവസ്ഥ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒരു സംശയം മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ട് ആരും അത് ഭക്ഷിക്കരുത്. ഞാൻ വിഷയം മറച്ചു വെക്കുന്നില്ല. അൽ കബീർ, അല്ലാന, അംബർ, അൽ അഹമ്മദ് എന്ന പേരിൽ ഇസ്ലാമികപരമായ പേരുകളിലുള്ള കമ്പനികളായതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ച് വാങ്ങുന്നു. എന്നാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിത് വെറും ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ പറയുകയല്ല. അല്ലാന എന്ന കമ്പനിയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള മുംബൈ സ്വദേശിയായ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം അല്ലാന കമ്പനിയിൽ റെഫ്രിജറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് റെഫ്രിജറേഷൻ ചെയ്യുന്ന ഏരിയയിൽ മെക്കാനിക്കായി ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നത്. ഒരിക്കലും ആ ഒരു തരത്തിലുള്ള ബീഫോ മട്ടനോ അത് ഹലാലല്ല. അത് മെഷീൻ ഉപയോഗിച്ച് അറക്കുകയും കത്തി ഉപയോഗിക്കാതെ അറക്കുകയും ചെയ്തതിന് ശേഷം, ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടും പലതരത്തിലും കൊന്നതിന് ശേഷം, എന്തിനേറെ പറയുന്നത്, ചത്തത് വരെ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും അത് കഴിക്കരുത്. തന്നെയുമല്ല, വളരെ വിഷമമുണ്ട് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഒരു സംഭവം സുലഭമായി കിട്ടുന്നതിൽ. ഞാൻ ഈ വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇൻഷാ അള്ളാഹ് ഇത് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ആരും അത് ഉപയോഗിക്കില്ല എന്നുള്ളത് തീരുമാനം എടുക്കുക. രണ്ടാമത്, ഈ വിവരം എല്ലാവരെയും അറിയിക്കുക. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, മറ്റ് സോഷ്യൽ മീഡിയകളായിക്കോട്ടെ, എന്തിന് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരോടും നേരിട്ടും അല്ലാതെയും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഇതിൻ്റെ ഭവിഷ്യത്തുകൾ. ഇത് ഹലാലല്ല. ഞാൻ ഈ വോയിസ് ക്ലിപ്പ് തയ്യാറാക്കി ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരെല്ലാവരും നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഇൻഷാ അള്ളാഹ് ഉത്തരം പറയേണ്ടി വരും. ഇൻഷാ അള്ളാഹ് ഇതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഈ ഒരു സംഭവത്തിനെതിരെ, അതായത് ബ്രസീലിൽ നിന്ന് വരുന്ന കോഴി, അർജന്റീനയിൽ നിന്ന് വരുന്ന കോഴി, ഫ്രാൻസിൽ നിന്ന് വരുന്ന കോഴി, അതുപോലെ ഒരുപക്ഷെ ഇവിടെ ലഭിക്കുന്ന ചിക്കനുകളിലും മരുന്നും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ബലതി ചിക്കൻ, ഫ്രഷ് ചിക്കൻ, ടാസ ചിക്കനിൽ ഒരുപക്ഷെ മരുന്നുകൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അത് ഹലാലാണ്, അതിൽ നമുക്ക് സംശയമില്ല. എന്നാൽ നമ്മൾ ഇത്രയും വലിയ ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കി സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന നിമിഷം നിങ്ങൾ തീരുമാനം എടുക്കുക. ഈ തരത്തിലുള്ള ഹറാമായിട്ടുള്ള, ഹലാൽ എന്ന ലേബലിൽ വരുന്ന ഹറാമായിട്ടുള്ള ഒരു തരത്തിലുള്ള വസ്തുക്കളും ഇൻഷാ അള്ളാഹ് ഞാൻ ഉപയോഗിക്കില്ല. ചിക്കൻ, ബീഫ്